സാർ ഈ സഭയിൽ നമ്മുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗക്കാരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യം സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതും മലയാറ്റൂർ വനം ഡിവിഷൻ ഇടമലയാർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ പെരുമുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന കപ്പായം വനമേഖലയിലുള്ള ആദിവാസി നഗരാണ് അരേക്കാപ്പ് വീരാങ്കുടി സാർ. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ വിഷയം സംബന്ധിച്ച് വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ച് പട്ടികവർഗ വകുപ്പും വനം ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നുകൊണ്ട് ഒരു സംയുക്ത യോഗം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ നിലവിൽ സ്വീകരിച്ചു വരുന്നതാണ് സാർ. കൂടുതൽ കാര്യങ്ങൾ ഞാനിവിടെ മേശപ്പുറത്ത് വെക്കുകയാണ്. സാർ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വനാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട ഭൂമി അനുവദിച്ചു നൽകുന്നതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണ്? സാർ, സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായിട്ട് മുഴുവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പും ഈ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വകുപ്പ് ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരവും വനാവകാശ പ്രകാരവും മെച്ചഭൂമിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരമാവധി ഭൂമി ലഭ്യമാക്കിക്കൊണ്ട് മുഴുവൻ പട്ടികജാതി പട്ടികവർഗക്കാരുടെ കുടുംബങ്ങൾക്കും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ശ്രീമതി കെ രമ, നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ. വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗയോട് ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ആദിവാസികളായിട്ടുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നമാണ് സാർ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെയും എൻ്റെയും കൂടി സാന്നിധ്യത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ അവിടെ നിന്ന് മാറിപ്പോകേണ്ട സാഹചര്യമുള്ളത് കൊണ്ട് പുതിയ സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ഈ കാര്യത്തിൽ 3 വകുപ്പുകളും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, ഇവിടേക്ക് മാത്രമല്ല ഇനി കേരളത്തിൽ ഇങ്ങനെ അനുവദിക്കപ്പെട്ട സ്ഥലത്ത് മാറി താമസിക്കേണ്ടി വന്നാൽ ഏത് വിധത്തിലായിരിക്കും നടപടി സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി. അതിന്റെ അന്ത്യഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ ഈ കാര്യം പരിഹരിക്കുക തന്നെ ചെയ്യും സർ. ആദിവാസികളായ മനുഷ്യരുടെ ഒരു ജീവിത പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുഖം മറച്ച് ഇത്തരത്തിലുള്ള തെറ്റായ നടപടി നടത്തുന്നത് ഗുണകരമായ ഒരു കാര്യമല്ല സാർ. അത് ആദിവാസികളോട് കൂടിയുള്ള അവഹേളനമായിട്ട് കാണേണ്ടതിന്റെ ഈ സഭ. സബ്മിഷൻസ്. ശ്രീമതി കെ ശൈല ടീച്ചർ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വികസിപ്പിക്കുന്നതിന് വേണ്ടി കീഴൂർ വില്ലേജിൽപ്പെട്ട കാനാട് കീഴൂർ മേഖലകളിൽ 245 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയിട്ടുണ്ട്. സർ, 9 വർഷമായി ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ കഴിയാത്ത വിധം നോട്ടിഫിക്കേഷനിലായ ഭൂമിയിൽ ജനങ്ങൾ വലിയ നരകയാതനയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുകയും 2008 ഭൂമി ഏറ്റെടുക്കൽ പാക്കേജ് അനുസരിച്ച് 10 സെൻറ്റ് ഭൂമി വീതം പുനരധിവാസത്തിന് നൽകുന്ന നടപടി നടപ്പിലാക്കുകയും ചെയ്യണം. കീഴല്ലൂർ കൂടാളി വില്ലേജുകളിലായി 36 ഏക്കർ ഭൂമി പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമി രണ്ടും ഏറ്റെടുത്ത് ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട CM. സർ, വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊരു യോഗം ചേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കാനും നഷ്ടപരിഹാരം ലഭ്യമാക്കാനും ത്വരിത നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനാവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തുന്നുണ്ട്. ആവർത്തിച്ച് ബഹുമാനപ്പെട്ട അംഗങ്ങളോട് സഭാ നടപടികൾ സഹകരിക്കണമെന്ന് ചെയർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട LOP അങ്ങേ ഞാൻ കാണുന്നില്ല. 1 മിനിറ്റ് ഒന്ന് താത്തിയാൽ അദ്ദേഹത്തിന് കാണാമായിരുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിക്കുമായിരുന്നു. ഇന്നത്തെ കാര്യപടികൾ ഭാഗമായിട്ടുള്ള സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ മറ്റ് സബ്മിഷനിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാർ മേശപ്പുറത്ത് വെക്കേണ്ടതാണ്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ GS ജയലാൽ,
ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ജലവിഭവ വകുപ്പ് മന്ത്രി. യെസ്, സബ്മിഷൻ, ഇന്നത്തെ സബ്മിഷനുകളെല്ലാം ടേബിൾ ചെയ്തിരിക്കുകയാണ്. ഓർഡർ. മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1.1, 3.2.1 എന്നിവ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1.2, 3.2.2 എന്നിവ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1, 3, 3.2, 3 എന്നിവ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3, 2, 4 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3, 5 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. കടലാസുകൾ വന്യജീവി വനം വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1.4, 3.2.7 എന്നിവ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1.5, 3.2.8 എന്നിവ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1.6, 3.2.9 എന്നിവ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3, 2, 10 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. കാര്യവിവര പട്ടികയിലെ ഇനം 3, 2, 4 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മേശപ്പുറത്ത് വെച്ചു. ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3, 2, 12 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക വിഭജനകാര്യ വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3, 1, 7, 3, 2, 13 പ്രകാരമുള്ള കടലാസുകൾ മത്സ്യബന്ധനം സാംസ്കാരിക യുവജന മന്ത്രിക്ക് വേണ്ടി ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. കാര്യവിവര പട്ടികയിലെ ഇനം 3, 1, 8 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി.